മധുങ്കൾ, ഓ ഇനി സലിൽദ റൗണ്ടാണ് വരാൻ പോകുന്നത്. ഈ റൗണ്ടിൽ പാടാനായിട്ട് നമ്മൾ എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളുണ്ട്. ആ ആളാണ് വരുന്നത്. ഇന്ന് എന്തെങ്കിലും മാജിക് നടക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടും കേട്ടും ഒക്കെ അറിയാം. ഓക്കെ, ലെറ്റ്സ് വെൽക്കം ദിയ കുട്ടി ഓൺ സ്റ്റേജ്. മുകളിലെന്തോ ഒരു അനക്കം അല്ലേ? അല്ല, ഒരു എന്തോ കാളും കോളും ഒക്കെ എന്താ കാറും കോളും എന്നല്ലേ പറയണേ? അതെ, കാറും കോളും ഒക്കെ കാണുന്നുണ്ട് മഴ പെയ്യാൻ. ഹായ് ദിയ കുട്ടി, വെൽക്കം. ഉണ്ണിച്ചേട്ടാ, യെസ്, ഇവിടെ ഭയങ്കര അത്ഭുതങ്ങളൊക്കെ നടന്നു കേട്ടോ. ഓ ദിൽ റുബ, അതെ 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 അതെ, അത് ഓരോറ്റയ്ക്ക് പാടി തകർത്തു. ബാക്കിയില്ല. സ്റ്റേജ് ഒക്കെ പിന്നെ ഇടേണ്ടി വന്നു അല്ലേ? 5 സ്റ്റാർ ഇല്ലേ? ഇല്ലേ, 5 സ്റ്റാറും. ഒരു പിന്നെ നമ്മുടെ ഓർക്കസ്ട്ര, നമ്മുടെ ടോപ്പ് ബാൻഡ് ഒക്കെ അവിടെ എത്തി, അവിടെ വേദിയിലേക്ക് എല്ലാരും വേദിയിലെത്തി. നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6 വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസസ് ആയിട്ട് വന്നു. ഗംഭീരമായിരിക്കുമല്ലോ. അതെ അതെ, മിസ്സായി. ഇന്നും ഇപ്പൊ സെലക്ട് ചെയ്തിട്ടുള്ള പാട്ട് ഒരു ബോംബ് പാട്ടാണ്. ഏതാ ബോംബ് പാട്ട്? ശാരികയ്ക്കും ബോംബിനും തമ്മിൽ ഒരു ബന്ധമില്ല, പക്ഷെ ഇത് ബോംബ് പാട്ടാണ്. അതാണ് ഈ പാട്ടിന്റെ പ്രത്യേകത അല്ലെ. ഈ ശാരിക എന്ന് പറയുന്നത് ശരിക്കും പഞ്ചവർണ്ണ കിളിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ വെറുതെ ശാരിക എന്ന് പറഞ്ഞിരിക്കുന്നല്ല, ആ കിളിയെ വിളിക്കുന്ന പോലെയാണ് അല്ലെ. പിന്നെ എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. പറയൂ. അത് ഞാൻ പാടി തൊടിയിലേതോ പാടിയില്ലായിരുന്നു. പാടി. അപ്പൊ ഈ പാട്ട് രവീന്ദ്ര സംഗീതോത്സവത്തിന്റെ കോർഡിനേറ്റേഴ്സ് ശോഭാമ്മയ്ക്ക് അയച്ചെടുത്തു. അപ്പൊ പാട്ട് കേട്ടിട്ട് ശോഭാമ്മ എന്നെ വിളിച്ചു, നന്നായി പാടി എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു ദിവസം വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അപ്പൊ അടുത്ത ഗന്ധർവ രവീന്ദ്ര സംഗീതത്തിലുണ്ടാവുമല്ലോ. ഞാൻ മുന്നൊരു പ്രാവശ്യം പാടിയിട്ടുണ്ട്. എന്നിട്ട് ശോഭാമ്മേന്റെ വീട്ടിൽ പോയി ഒരു പാട്ട് ശോഭാമ്മേന്റെ മുന്നിൽ നിന്ന് പാടി. പിന്നെ സാജൻ സാറും ഉണ്ടായിരുന്നു, മ്യൂസിക്കിനെ പറ്റിയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ മാഷിന്റെ ഹാർമോണിയും തമ്പുരും ഒക്കെ കാണിച്ചു തന്നു. നമുക്ക് വീഡിയോ ഒന്ന് കാണണ്ടേ? നിന്റെ നൃത്തമണ്ഡപങ്ങൾ നീലാകാശം സാന്ദ്രചന്ദ്രരശ്മിമാൽ ചാർത്തിലാസ്യം ആടാൻ അരികിൽ വന്ന നിന്റെ ദേവി ഞാൻ, അരിക നിന്റെ പാതിമേതാ മദമീരും മണിമുകിലിൽ മടിയണയ കനലുളിയം കനകലതയ. കൊള്ളാലോ. ചേച്ചിയുടെ കൂടെ, ശോഭ ചേച്ചിയുടെ കൂടെ. അത് ഭാഗ്യാണ് കേട്ടോ. ഒരു ഉമ്മ കിട്ടിയില്ലേ? അതാണ് അല്ലേ, ഏറ്റവും അധികം സ്നേഹല്ലേ. അത് വളരെ നന്നായി കേട്ടോ, വളരെ സന്തോഷമായി. അപ്പൊ നമുക്ക് ശാരീരികയിലേക്ക് കിടക്കാമല്ലേ? പിന്നെ എന്റെ അപ്പൂപ്പനും അമ്മമ്മ വന്നിട്ടുണ്ട്. ഞാൻ എന്റെ ഫസ്റ്റ് പാട്ടില് പറഞ്ഞില്ലായിരുന്നു, ഞാൻ ഈ ഒരു സ്റ്റേജില് നിക്കാൻ കൂടുതൽ ആഗ്രഹിച്ചിരുന്ന എന്റെ അപ്പൂപ്പനും അമ്മമ്മയായിരുന്നു. അപ്പൂപ്പനും അമ്മമ്മയ്ക്കും ഹായ്, സ്വാഗതം. ഹായ്, സ്വാഗതം. അതെ അതെ, സ്വാഗതം. പാട്ട് കേൾക്കാം നമുക്ക്. ശാരികെ, എൻ ശാരികെ, ONV സാർ എഴുതിയത്, സംഗീതം സലിൽ ചൗധരി സർ. സലിത. യാ, സിനിമ സ്വപ്നം. സ്വപ്നം 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 സ്വപ്നം. വർഷം 1973. പഠിക്കോ. ശാരികേ മാതളപ്പൂ പോലൊരു മാനസം
ശാരികേ എന്തിയ കുട്ടി കാലക്കി താങ്ക് യു സർ. ദിയ കുട്ടി എന്തോ നോം എന്താണ് ഈ കണ്ടത് കേട്ടത്? അസലായി, ഒന്നും പറയാനില്ല. താങ്ക് യു സർ. കുട്ടച്ചാ കേറിക്കോ. സൂപ്പറായിട്ടോ. എപ്പോഴത്തെയും പോലെ ഇന്നും വളരെ മനോഹരമായിട്ട് കാലക്കി. ഒന്നും പറയാനില്ല, വാക്കുകളില്ല. ഇപ്പൊ ദിയ വരുമ്പോ തന്നെ നമ്മൾക്കിങ്ങനെ അറിയാം ഇവിടെ എന്താ സംഭവിക്കാൻ പോണേന്ന്. നമ്മളത് ആ ഒരു പ്രതീക്ഷ വരുന്നുണ്ട് നമുക്ക്. എനിക്ക് ഒരേ ഒരു സ്ഥലത്ത് മാത്രം ശാരികയെ പറഞ്ഞിട്ട് കുറച്ചും കൂടി സസ്റ്റെയിൻ വേണമെന്ന് എനിക്ക് തോന്നി. ശാരികേ കുറച്ചും കൂടി സസ്റ്റെയിൻ വേണമെന്ന് എനിക്ക് തോന്നുന്നു. ചരണം കഴിഞ്ഞിട്ട് അനുപല്ലിയുടെ ചരണത്തിന്റെ ശ്വാസം കിട്ടാത്തതാണ് നേരത്തെ നിർത്തിയത്. കുറച്ച് ബ്രെത്ത്ലെസ് ആയി അവിടെ. ചെറുതായിട്ട്. ആണല്ലേ? അതാ തോന്നി. ഇന്ന് പാടിയപ്പോ ടെൻഷൻ എന്തെങ്കിലും ഉണ്ടായോ? കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ? ടെൻഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ പാടാൻ പറ്റും. അല്ല, ടെൻഷൻ ഉണ്ടായില്ല, അത് ഉണ്ടോന്ന് ചോദിച്ചതായി. ഈ പാട്ടൊക്കെ പാടുമ്പോൾ സാധാരണ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും. ഇങ്ങനത്തെ പാട്ടൊക്കെ പാടുമ്പോഴേ ഈ ശാരികയൊക്കെ വരുമ്പോ അന്ന് പതറാൻ ചാൻസ് ഉണ്ട് പലർക്കും. അങ്ങനെ ഒരു ഫേസിൽ അങ്ങനെ ഒരു ഭാവമേ കണ്ടില്ല. അതൊരിക്കലും കാണാറില്ല. അതെ അതെ അതെ. ഒരിക്കലുണ്ടായി, ഒരിക്കൽ വോയിസ് സുഖമില്ലാണ്ട് സുഖമില്ലാത്ത സമയത്ത് കുറച്ച് കരച്ചിലൊക്കെ ആയി. പക്ഷേ അതൊന്നുമില്ല. അതെ അതെ അതെ. ഇന്ന് എന്തായാലും അടിപൊളിയായിട്ട് പാടി കേട്ടോ. വെരി നൈസ്. ദിയക്കുട്ടി സ്റ്റേജിൽ വരുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര എക്സ്പെക്റ്റേഷനാണ്. ഇന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്നുള്ള മാതിരി. അത് ഇന്നും സംഭവിച്ചു. എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും മേലെ സംഭവിച്ചു എന്ന് പറയണം. കാരണം ഫ്രം ദ വെരി ഫസ്റ്റ് വേർഡ് ടു ദ ലാസ്റ്റ് വേർഡ് ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു. പിന്നെ പല സൈഡിലും പല ഭാഗത്തും ഒരു ഹൈലൈറ്റ് ചെയ്ത പെർഫോമൻസ് ഉണ്ടായിരുന്നു. അത് പറയാതിരിക്കാൻ വയ്യ. കാരണം ഈ ഒരു പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കസ്ട്രേഷനാണോ പാട്ടാണോ നല്ലത് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് എൻ്റെ ഒരു കമ്പോസിഷൻ. ഓർക്കസ്ട്രേഷൻ ഞാൻ രസിച്ച് കേൾക്കുമായിരുന്നു ഓരോ ഭാഗവും. അപ്പോൾ അത്രയും ഒരു ഇഷ്ടമുള്ളൊരു പാട്ടാണ്. മോളക്കും അതുമാതിരി ഇഷ്ടമായിരിക്കും തോന്നുന്നു അല്ലേ ആ പാട്ട്? ഇഷ്ടമാണ്. അതാണ് അതിൻ്റെ ഒരു മാക്സിമം പെർഫെക്ഷനിൽ പാടണം എന്നുള്ളൊരു വാശിയോടുകൂടി പാടിയ തോന്നി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓൾ ദി ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ. ബെസ്റ്റ് ആണ് ബെസ്റ്റ്. താങ്ക് യു സർ. കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് ഉണ്ടായിരുന്നു എൻ്റെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ. അതിന് എൻ്റെ അടുത്ത് ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് ദിയ പാടുമ്പോൾ മാത്രം എണിച്ചു നിന്ന് കൈയടിക്കുകയും ഇതുപോലെ കേട്ടിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നത് എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ തോന്നൽ എൻ്റെതാണ്, വേറൊരാളുടെ തോന്നലല്ല എൻ്റെ തോന്നൽ. അതിന് വേറെ ആരും അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം ഇവിടെ ഒന്നുകൂടി അടിവരെ ഇട്ട് പറയുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ അസാധ്യമായിട്ട് പാടിക്കഴിഞ്ഞാൽ അത് ഇവിടെ അങ്ങനെ തന്നെ പറയും. അവർക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതും പറയും. അപ്പോൾ കഴിഞ്ഞ പെർഫോമൻസിലെ ഇപ്പോഴും ഞാൻ വീണ്ടും പറയുന്നു, ദർ ഇസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പെർഫോമൻസ് ഐ ഹാവ് എവർ വാച്ച്ഡ്. സംശയമില്ല. ഞങ്ങളും അവിടെ വേറെ ആരുടെയും ഇഷ്ടങ്ങൾ നമുക്കൊരു പ്രശ്നമേ അല്ല. എനിക്കെന്ത് തോന്നി അത് പറയുന്നു, സത്യസന്ധമായിട്ട് പറയുന്നു. ദിയകുടി ബെസ്റ്റ്. താങ്ക് യു സർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ വെരി ടഫ് സോങ്. ആ പൂവെന്ന് പാടിയില്ലേ, ഞാൻ ചെറിയൊരു ചലഞ്ച് തരാം. ദിയക്കുട്ടിയുടെ ടാലന്റ് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും. പൂവ് ചൂടി എന്നല്ലേ, പൂവ് ചൂടി ഒരു ലൂപ്പിൽ ഒരു 3 പ്രാവശ്യം പാടും, 5 പ്രാവശ്യം പാടും. 5 പ്രാവശ്യം. സ്നേഹമാകും പൂച്ചൂടി കണ്ടിന്യൂസ് ആയിട്ട്. കണ്ടിന്യൂസ്. സ്നേഹമാകും പൂച്ചൂടി. സബാഷ്. സ്നേഹമാകും പൂച്ചൂടി. സ്നേഹമാകും പൂച്ചൂടി. സ്നേഹമാകും ഇപ്പൊ 4 പ്രാവശ്യം പാടിയതിൽ ഒരു സ്ഥലത്ത് മാത്രമാണ് ചെറിയൊരു സ്ലിപ്പ് വന്നത്, 3ാമത്തേല്. ഇതാണ് ടാലന്റ്. ഇത് മാസങ്ങളോളം ഇരുന്ന് പ്രാക്ടീസ് ചെയ്തിട്ടും ഇത് പാടാൻ പറ്റാത്ത ഒരുപാട് പേരെ എനിക്കറിയാം. അങ്ങനെയുണ്ട്. അപ്പൊ അത് ബെസ്റ്റ് കാണാ ബെസ്റ്റ്. അതാണ്. ഇനി ഇങ്ങോട്ട് വന്ന വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇങ്ങോട്ട് വാ. ഈ വടക്ക് നോക്കി യന്ത്രം എന്ന് പറഞ്ഞാൽ അറിയാമോ? എന്തത്? എപ്പോഴും വടക്കോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. നോർത്താണ്. ഇടത്ത് നോക്കി യന്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? ഇടത്തോട്ട് നോക്കിയുണ്ട്. അപ്പൊ ദിയക്കുട്ടി ചില സമയത്ത് വലത്ത് നോക്കി യന്ത്രമാണോ എന്ന് സംശയമുണ്ട്. അത് മാത്രമല്ല, അങ്ങനെ വരുമ്പോ റൈറ്റിലോട്ട് നേരെ നിന്നിട്ട് മൈക്ക് വെച്ച് ഇനി വലതോട്ട് തിരിഞ്ഞ് ഇനി ഒന്ന്
ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്റ്റൂപ്പ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ അല്ല ഈ ആ ഒരു ഹൈപ്പിച്ച് പാടാൻ പറഞ്ഞാൽ മതി അപ്പൊ അങ്ങനെ ആയിക്കോളും. പണിയത് അങ്ങനെ പണിയത്. സ്നേഹമാകും അതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ അറിയാതെയാണ് അങ്ങനെ ഒരു ബോഡി ലാംഗ്വേജ് വരുന്നത്. അതൊന്ന് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഫേസ് ദ ക്യാമറ ടു ദ ഓഡിയൻസ്, അവര് കേൾക്കാൻ. അപ്പൊ നമ്മളിലേക്ക് തന്നെയാണ് ലയിക്കുന്നത്, പാട്ടുകാരൻ അല്ലെങ്കിൽ പാട്ടുകാരി എന്നുള്ള രീതിയിൽ. പക്ഷെ അപ്പൊ നമ്മുടെ ബോഡി ലാംഗ്വേജും കൂടെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് തുടങ്ങാം എന്നെനിക്ക് അല്ല തോന്നുന്നു. ഒന്ന് സ്ട്രേറ്റ് ആയിട്ട് പാടി നോക്കി കാണട്ടെ. സ്നേഹമാകും അവിടെ അനൂപാണ് അനുപേട്ടനെ നോക്കി പാടിക്കോ. ക്യാമറ അനൂപ്. സ്നേഹമാകും ശരിയായി വരുന്നുണ്ട്, അല്ല നിവർന്നു വരുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരെ നോക്കി യന്ത്രമാക്കി മാറ്റി കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. അത് വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ ദീക്കുട്ടിക്ക് കാണാനായിട്ട് ഒരു അപൂർവമായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. ഇത് ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നതുകൊണ്ടല്ല, ജാനകി അമ്മ സംസാരിക്കുന്നതുകൊണ്ടാണ് ഇതിന്റെ പ്രത്യേകത. മാത്രമല്ല ഈ പാട്ടിനെ പറ്റിയാണ് ജാനകി അമ്മ പറയുന്നത്. ഷാരികെ ഫസ്റ്റ് ലെറ്റർ ദീർഘം വരുന്നു. അവർ ട്യൂൺ എങ്ങനെ ഫസ്റ്റ് ലെറ്റർ ദീർഘമല്ല സെക്കൻഡ് ലെറ്റർ ദീർഘം എങ്ങനെ പാടുന്നത്? പാടാം. ഷാരികെ സെക്കൻഡ് ലെറ്റർ ദീർഘം ഇരുന്നാൽ എങ്ങനെ വരും? വരുന്നില്ല. മാതളപ്പൂ പല്ലവി. ഷാരികെ ഓക്കെ. ഷാരികേ ഷാരികേ അതുവരെ ഓക്കെ. മദളപ്പൂ പോയൊരു മനസം ഞാൻ ഇന്നു കണ്ടു അരും കാണാതെ പൂ പാടുന്നു. അത് എന്താണ് മദാളപ്പൂ? എങ്ങനെ പാടുന്നത്? ഞാൻ ഇത് മദാളപ്പൂ എന്ന് പാടാൻ പറ്റില്ല, അങ്ങനെ പാടാൻ പാടില്ല. മാതളപ്പൂ തന്നെ. അങ്ങ് ഹൗ കൻ മാതളപ്പൂ മൈത്താത്തക്കാരൻ എന്ന് പറയുന്നു. പിന്നെ കുറച്ച് നേരം കഴിച്ച് എനിക്കൊരു ഐഡിയ വന്നു. നിങ്ങൾ തെറ്റായിട്ടെടുക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയുമെന്ന്. ആഫ്റ്റർ ബീറ്റ് എടുക്കൂ സാങ്. ഇത് സമ്മത്തിലേ ഉണ്ട്. മാതളപ്പൂ പോലൊരു എന്ന് പാടിയാൽ ഫസ്റ്റ് ലെറ്റർ ദീർഘം വരും. അങ്ങനെ പാടിയാൽ നന്നായിരിക്കും. മാതളപ്പൂ പോലൊരു മാനസം ഞാൻ ഇന്നു കണ്ടു ആരും കാണാൻ അങ്ങനെ പാടുന്നവർ. അപ്പോൾ വളരെ സന്തോഷമായി അവർക്ക്. അപ്പോൾ അങ്ങനെ എന്ത് രസല്ലേ സംസാരിക്കുന്ന ശബ്ദം തന്നെ കേൾക്കാൻ ആ രീതി തന്നെ കണ്ടില്ലേ? അതെ അതെ, ബ്ലിസ് ആണ്, ബ്ലിസ്. അത് ദിയക്കുട്ടി അത് കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. നമ്മുടെ പ്രേക്ഷകരും ഇത് കേൾക്കണം. ജാനകി അമ്മയൊക്കെ സംസാരിക്കുന്നത് അവരുടെയൊക്കെ എക്സ്പീരിയൻസ്, അവരുടെ ഡിവിനിറ്റി, ഗ്രേറ്റ്നെസ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ റോൾ മോഡലാണ്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ നടക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ പ്രൈമറി ക്ലാസ്സിലാണ്, 1-ലാണ്. പക്ഷേ ഈ 1 എന്ന് പറയുമ്പോൾ ആ 1 നമ്പർ 1 ആയിട്ട് നമ്മൾ നിന്നേ പറ്റൂ. ആ രീതിയിലേക്ക് വരാനായിട്ട് ദിയക്കുട്ടിക്ക് എല്ലാ അനുഗ്രഹം ഉണ്ടാവും. ദിയക്കുട്ടി ഇന്ന് കിട്ടുന്ന മാർക്ക് എന്നുള്ളത് 100 out of 100. ഞെട്ടിപ്പോയി. Plus 2 stars. ശരിക്കും ഞെട്ടിപ്പോയി. പോരട്ടങ്ങനെ ഒരു മധുരമഴ. ദിയക്കുട്ടിയാണ് കേട്ടോ ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ. ആരാ വരണ്ടേ ഗിഫ്റ്റ് തരാൻ? ഉണ്ണിയങ്കിൾ. ശരിക്ക് ഇങ്ങനത്തെ പെർഫോമൻസ് നേരിട്ട് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയാണ് ഇവിടെ വരാനുള്ള ഒരു എന്താ പറയാ ഇൻസ്പിറേഷൻ തന്നെ പറയാം. ശരിക്കും ഇതുമായിട്ട് ചെറിയ കുട്ടികൾ ഇതുമാതിരി പാടുന്നത് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ എന്തൊക്കെയാ പറയാനറിയാം. സോ കീപ് റോക്കിംഗ് ലൈക്ക് ദിസ്. ഓക്കെ, ഓൾവേസ് ഓൾ ദി ബെസ്റ്റ്. നല്ല വെച്ചോട്ടോ. അതെ, ദിയക്കുട്ടിക്ക് വില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. താങ്ക് യു ദിയക്കുട്ടി. താങ്ക് യു ഉണ്ണിയങ്കിൾ.